കാൾ മാർക്സ് ഏത് രാജ്യക്കാരനായിരുന്നു? എ. പോളണ്ട്, ബി. റഷ്യ, സി. ജർമ്മനി, ഡി. ഫ്രാൻസ്. കാൾ മാർക്സ് ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം സി. ജർമ്മനി. ശാസ്ത്രജ്ഞനായിരുന്ന ലൂയി പാസ്റ്റർ ഏത് രാജ്യക്കാരനായിരുന്നു? എ. ഫ്രാൻസ്, ബി. അമേരിക്ക, സി. ജർമ്മനി, ഡി. ബ്രിട്ടൻ. ശാസ്ത്രജ്ഞനായിരുന്ന ലൂയി പാസ്റ്റർ ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം എ. ഫ്രാൻസ്. ഈജിപ്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? എ. അൻവർ സാദാത്ത്, ബി. മുഹമ്മദ് നജീബ്, സി. അബ്ദുറഹ്മാൻ, ഡി. അബ്ദുൽ നാസർ. ഈജിപ്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ബി. മുഹമ്മദ് നജീബ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏത്? എ. 1949 നവംബർ 1, ബി. 1949 ജനുവരി 26, സി. 1950 ജനുവരി 26, ഡി. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ഏത്? ഉത്തരം ഡി. 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര്? എ. എസ്. സി. മുഖർജി, ബി. ജെ. പി. കൃപലാനി, സി. സച്ചിദാനന്ദ സിൻഹ, ഡി. രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര്? ഉത്തരം സി. സച്ചിദാനന്ദ സിൻഹ. ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? എ. USA, ബി. USSR, സി. UK, ഡി. കാനഡ. ലിഖിത ഭരണഘടന എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? ഉത്തരം എ. USA. ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടില്ലാത്തത്? എ. യൂണിയൻ ലിസ്റ്റ്, ബി. അവശിഷ്ടാധികാരം, സി. റിപ്പബ്ലിക്, ഡി. ഫെഡറൽ സംവിധാനം. ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടില്ലാത്ത? ഉത്തരം സി. റിപ്പബ്ലിക്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൈനോറിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? എ. H.C. മുഖർജി, ബി. മൊറാർജി ദേശായി, സി. ജവഹർലാൽ നെഹ്റു, ഡി. രാജേന്ദ്ര പ്രസാദ്. ഉത്തരം എ. H.C. മുഖർജി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര്? എ. ചരൺ സിംഗ്, ബി. മൊറാർജി ദേശായി, സി. ഇന്ദിരാഗാന്ധി, ഡി. ചന്ദ്രശേഖർ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര്? ഉത്തരം സി. മൊറാർജി ദേശായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ. ജുനാഗഡ്, ബി. ഹൈദരാബാദ്, സി. കാശ്മീർ, ഡി. അലഹബാദ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഡി. അലഹബാദ്. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്?
എ 1955, ബി 1951, സി 1953, ഡി 1959. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ഉത്തരം എ 1955. കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൻ ഓഫ് പോസ്കോ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? എ 2018, ബി 2012, സി 2019, ഡി 2016. കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പോസ്കോ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ഉത്തരം ബി 2012. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? എ 18-ാം അനുച്ഛേദം, ബി 19-ാം അനുച്ഛേദം, സി 20-ാം അനുച്ഛേദം, ഡി 21-ാം അനുച്ഛേദം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? ഉത്തരം ഡി 21-ാം അനുച്ഛേദം. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്നതിനുള്ള റിട്ട് ഏതാണ്? എ മണ്ടാമസ്, ബി പ്രൊഹിബിഷൻ, സി കോ വാറന്റോ, ഡി ഹേബിയസ് കോർപ്പസ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നത് തടയുന്നതിനുള്ള റിട്ട് ഏത്? ഉത്തരം സി കോ വാറന്റോ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? എ 40, ബി 39, സി 37, ഡി 34. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം എ 40. പൂച്ചവർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? എ സൈബീരിയൻ കടുവ, ബി സിംഹം, സി ചീറ്റ, ഡി പുലി. പൂച്ചവർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏത്? ഉത്തരം എ സൈബീരിയൻ കടുവ. ഇന്ത്യയും ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്? എ നേപ്പാൾ, ബി ചൈന, സി ഭൂട്ടാൻ, ഡി റഷ്യ. ഇന്ത്യയും ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്? ഉത്തരം ബി ചൈന. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? എ പമ്പ, ബി നെയ്യാർ, സി ഭാരതപ്പുഴ, ഡി കല്ലട. ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം സി ഭാരതപ്പുഴ. ഭൂമിയുടെ കാന്തിക ശക്തി അനുസരണമായി സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത്? എ മണ്ണിര, ബി പാറ്റ, സി അണലി, ഡി ഒച്ചി. ഭൂമിയുടെ കാന്തിക ശക്തിക്കനുസരണമായി സഞ്ചരിക്കാൻ കഴിവുള്ള ജീവി ഏത്? ഉത്തരം ഡി ഒച്ചി. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം എവിടെ? എ ഫറൂഖ്, ബി തലശ്ശേരി, സി കണ്ണൂർ, ഡി കോഴിക്കോട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഡി കോഴിക്കോട്. ഏതു ലോഹത്തിൻ്റെ അയിരാണ് ഇൽമനേറ്റ്? എ ടൈറ്റാനിയം, ബി ഇരുമ്പ്, സി ചെമ്പ്, ഡി ഈയം. ഏതു ലോഹത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്?
ഉത്തരം എ ടൈറ്റാനിയം. ബ്രിട്ടീഷുകാർ എവിടെയാണ് സെന്റ് ജോർജ് കോട്ട പണികഴിപ്പിച്ചത്? എ തലശ്ശേരി, ബി മദ്രാസ്, സി കണ്ണൂർ, ഡി അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർ എവിടെയാണ് സെന്റ് ജോർജ് കോട്ട പണികഴിപ്പിച്ചത്? ഉത്തരം ബി മദ്രാസ്. ഓരോ രാത്രിയും ഓരോ കിടക്കയുണ്ടാക്കി കിടന്നുറങ്ങുന്ന മൃഗം ഏത്? എ കങ്കാരു, ബി കരടി, സി ഗോറില്ല, ഡി ബീവർ. ഓരോ രാത്രിയും ഓരോ കിടക്കയുണ്ടാക്കി കിടന്നുറങ്ങുന്ന മൃഗം ഏത്? ഉത്തരം സി ഗോറില്ല. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്? എ പോർച്ചുഗീസുകാർ, ബി ബ്രിട്ടീഷുകാർ, സി ഡച്ചുകാർ, ഡി ഫ്രഞ്ചുകാർ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്? ഉത്തരം സി ഡച്ചുകാർ. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? എ ഇടുക്കി, ബി എറണാകുളം, സി പാലക്കാട്, ഡി വയനാട്. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ഉത്തരം സി ഇടുക്കി. കേരളത്തിലെ പ്രധാന നാണ്യവിള ഏത്? എ ചണം, ബി റബ്ബർ, സി പുകയില, ഡി കരിമ്പ്. കേരളത്തിലെ പ്രധാന നാണ്യവിള ഏത്? ഉത്തരം ബി റബ്ബർ. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ തോംസൺ, ബി ന്യൂട്ടൺ, സി അരിസ്റ്റോട്ടിൽ, ഡി ഇവരാരുമല്ല. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സി അരിസ്റ്റോട്ടിൽ. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ഏത്? എ കേരളം, ബി കർണാടക, സി തമിഴ്നാട്, ഡി ജമ്മു കാശ്മീർ. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ഏത്? ഉത്തരം ഡി ജമ്മു കാശ്മീർ. ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത്? എ സാമ്പത്തിക ശാസ്ത്രം, ബി സാഹിത്യം, സി സമാധാനം, ഡി രസതന്ത്രം. ഏത് വിഷയത്തിലെ നൊബേൽ സമ്മാനമാണ് ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത്? ഉത്തരം എ സാമ്പത്തിക ശാസ്ത്രം. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? എ പള്ളിവാസൽ, ബി ചെങ്കുളം, സി പന്നിയാർ, ഡി കുറ്റ്യാടി. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ബി ചെങ്കുളം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം, ബി അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം, സി കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം, ഡി ഒന്നാം വട്ടമേശ സമ്മേളനം. ഉത്തരം എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? എ സിവിൽ നിയമലംഘനം, ബി നിസ്സഹകരണ സമരം, സി ഉപ്പ് സത്യാഗ്രഹം, ഡി പൂർണ്ണ സ്വരാജ്. ഉത്തരം ബി നിസ്സഹകരണ സമരം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്?
എ റാഷ് ബിഹാരി ബോസ്, ബി ജയപ്രകാശ് നാരായണൻ, സി സുഭാഷ് ചന്ദ്രബോസ്, ഡി ലാൽ ലജ്പത് റായ്. ഉത്തരം സി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? എ വാഞ്ചി അയ്യർ, ബി അരുണ ആസിഫ് അലി, സി ചന്ദ്രശേഖർ ആസാദ്, ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഉത്തരം ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ചുവടെ തന്നിരിക്കുന്നതിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? എ ഡബ്ല്യു സി ബാനർജി, ബി ബാലഗംഗാധര തിലക്, സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഡി ഫിറോസ് ഷാ മേത്ത. ഉത്തരം ബി ബാലഗംഗാധര തിലക്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? എ 44-ാം ഭരണഘടനാ ഭേദഗതി, ബി 42-ാം ഭരണഘടനാ ഭേദഗതി, സി 52-ാം ഭരണഘടനാ ഭേദഗതി, ഡി 54-ാം ഭരണഘടനാ ഭേദഗതി. ഉത്തരം എ 44-ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? എ സുപ്രീം കോടതി, ബി ജില്ലാ കോടതി, സി ഹൈക്കോടതി, ഡി മജിസ്ട്രേറ്റ് കോടതി. ഉത്തരം സി ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? എ ജവഹർലാൽ നെഹ്റു, ബി ഡോക്ടർ ബി ആർ അംബേദ്കർ, സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉത്തരം ബി ഡോക്ടർ ബി ആർ അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? എ ബ്രിട്ടൻ, ബി ദക്ഷിണാഫ്രിക്ക, സി ഇന്ത്യ, ഡി ഫ്രാൻസ്. ഉത്തരം സി ഇന്ത്യ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ പരമാധികാരം, ബി മൗലിക അവകാശങ്ങൾ, സി സ്ഥിതി സമത്വം, ഡി റിപ്പബ്ലിക്. ഉത്തരം ബി മൗലിക അവകാശങ്ങൾ. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എ ശ്രീനാരായണ ഗുരു, ബി കെ കേളപ്പൻ, സി സഹോദരൻ അയ്യപ്പൻ, ഡി അയ്യങ്കാളി. ഉത്തരം എ ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? എ നരേന്ദ്രൻ, ബി നാണു, സി കുമാരഗുരുദേവൻ, ഡി അയ്യപ്പൻ. ഉത്തരം ഡി അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? എ അൽബുക്കർക്ക്, ബി ജവഹർലാൽ നെഹ്റു, സി തോമസ് ഹാർവേ ബാബർ, ഡി റാൽഫ് ഫിച്ച്. ഉത്തരം സി തോമസ് ഹാർവേ ബാബർ.
അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. പുന്നപ്ര വയലാർ സമരം. ബി. ആറ്റിങ്ങൽ കലാപം. സി. നിവർത്തന പ്രക്ഷോഭം. ഡി. മലബാർ കലാപം. ഉത്തരം എ. പുന്നപ്ര വയലാർ സമരം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? എ. ചൈന. ബി. ജപ്പാൻ. സി. ഇന്ത്യ. ഡി. നൈജീരിയ. ഉത്തരം എ. ചൈന. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? എ. സാങ്കേതിക വിദ്യ. ബി. പരിസ്ഥിതി. സി. സംസ്കാരം. ഡി. ഇതൊന്നുമല്ല. ഉത്തരം ബി. പരിസ്ഥിതി. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എ. ബോംബെ. ബി. ഡൽഹി. സി. മീററ്റ്. ഡി. ബംഗാൾ. ഉത്തരം സി. മീററ്റ്. ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്ന്? എ. ഒക്ടോബർ 7. ബി. മെയ് 11. സി. ഫെബ്രുവരി 14. ഡി. ഫെബ്രുവരി 28. ഉത്തരം ഡി. ഫെബ്രുവരി 28. ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്കിമെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? എ. 2016. ബി. 2021. സി. 2015. ഡി. 2020. ഉത്തരം ബി. 2021. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത്? എ. അർജന്റീന. ബി. നൈജീരിയ. സി. ബ്രസീൽ. ഡി. സൗദി അറേബ്യ. ഉത്തരം സി. ബ്രസീൽ. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എ. സത്ലജ്. ബി. മഹാനദി. സി. കൃഷ്ണ. ഡി. നർമ്മദ. ഉത്തരം ഡി. നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? എ. ദുർഗാപൂർ. ബി. ഭിലായ്. സി. ബൊക്കാറോ. ഡി. റൂർക്കല. ഉത്തരം ഡി. റൂർക്കല. കോർബ കൽക്കരി പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എ. ഒഡീഷ. ബി. ജാർഖണ്ഡ്. സി. ഛത്തീസ്ഗഡ്. ഡി. മധ്യപ്രദേശ്. ഉത്തരം സി. ഛത്തീസ്ഗഡ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? എ. പൂനെ. ബി. ഹൈദരാബാദ്. സി. ബാംഗ്ലൂർ. ഡി. തിരുവനന്തപുരം. ഉത്തരം ഡി. ഹൈദരാബാദ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? എ. തമിഴ്നാട്. ബി. രാജസ്ഥാൻ. സി. മഹാരാഷ്ട്ര. ഡി. ഉത്തർപ്രദേശ്. ഉത്തരം ഡി. ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? എ. ബംഗാളി. ബി. മറാഠി. സി. ഹിന്ദി. ഡി. ഗുജറാത്തി.
ഉത്തരം എ ബംഗാളി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? എ 2003, ബി 2004, സി 2005, ഡി 2006. ഉത്തരം സി 2005. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും കടം എടുത്തതാണ്? എ സോവിയറ്റ് യൂണിയൻ, ബി അമേരിക്ക, സി ബ്രിട്ടൻ, ഡി കാനഡ. ഉത്തരം എ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? എ ആർട്ടിക്കിൾ 31, ബി ആർട്ടിക്കിൾ 32, സി ആർട്ടിക്കിൾ 33, ഡി ആർട്ടിക്കിൾ 21. ഉത്തരം ബി ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? എ ആന, കാള, കടുവ, കുതിര, ബി ആന, പശു, സിംഹം, കുതിര, സി ആന, കാള, സിംഹം, കുതിര, ഡി ആന, പശു, കടുവ, കുതിര. ഉത്തരം സി ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ പെടാത്തത് ഏത്? എ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ബി സമത്വത്തിനുള്ള അവകാശം, സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഡി സ്വത്തവകാശം. ഉത്തരം ഡി സ്വത്തവകാശം. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? എ 1947 ജൂലൈ 22, ബി 1947 ആഗസ്റ്റ് 15, സി 1950 ജനുവരി 26, ഡി 1949 നവംബർ 26. ഉത്തരം എ 1947 ജൂലൈ 22. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? എ വാഗ്ഭടാനന്ദൻ, ബി കുമാരഗുരുദേവൻ, സി KP കറുപ്പൻ, ഡി സഹോദരൻ അയ്യപ്പൻ. ഉത്തരം ബി കുമാരഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർപ്പിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആര്? എ ഗോപാലകൃഷ്ണ ഗോഖലെ, ബി ഫിറോസ് ഷാ മേത്ത, സി ബദ്രുദ്ദീൻ, ഡി ദാദാഭായ് നവറോജി. ഉത്തരം ഡി ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആര്? എ മൗണ്ട് ബാറ്റൺ പ്രഭു, ബി ജവഹർലാൽ നെഹ്റു, സി രാജേന്ദ്ര പ്രസാദ്, ഡി രാജഗോപാലാചാരി. ഉത്തരം എ മൗണ്ട് ബാറ്റൺ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? എ സംസ്കൃത സർവകലാശാല, ബി തിരുവിതാംകൂർ സർവകലാശാല, സി മഹാത്മാഗാന്ധി സർവകലാശാല, ഡി കണ്ണൂർ സർവകലാശാല. ഉത്തരം ബി തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? എ കെ കേളപ്പൻ, ബി മൊയ്തു മൗലവി, സി കൃഷ്ണൻപിള്ള, ഡി മാധവൻ നായർ.
ഉത്തരം എ കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എ വൈകുണ്ഠസ്വാമികൾ, ബി ചട്ടമ്പി സ്വാമികൾ, സി ശ്രീനാരായണ ഗുരു, ഡി അയ്യങ്കാളി. ഉത്തരം ബി ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏത്? എ പർവ്വതം, ബി മലനാട്, സി ഇടനാട്, ഡി തീരപ്രദേശം. ഉത്തരം സി ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? എ വെള്ളയണി കായൽ, ബി പൂക്കോട്ടു കായൽ, സി ഏനമക്കാൽ കായൽ, ഡി ശാസ്താംകോട്ട തടാകം. ഉത്തരം ഡി ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന കായൽ ഏത്? എ വേമ്പനാട്ടു കായൽ, ബി കായംകുളം കായൽ, സി അഷ്ടമുടി കായൽ, ഡി പരവൂർ കായൽ. ഉത്തരം എ വേമ്പനാട്ടു കായൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? എ സർദാർ വല്ലഭായ് പട്ടേൽ, ബി ജവഹർലാൽ നെഹ്റു, സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി ശ്രീനാരായണ ഗുരു. ഉത്തരം എ സർദാർ വല്ലഭായ് പട്ടേൽ. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? എ വരയാട്, ബി പുലി, സി ആന, ഡി സിംഹം. ഉത്തരം എ വരയാട്. പെട്രോളിയം ഖനനം ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? എ മുംബൈ, ബി മധ്യപ്രദേശ്, സി കേരളം, ഡി കർണാടക. ഉത്തരം ബി മധ്യപ്രദേശ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? എ 1950 ജനുവരി 24, ബി 1950 ജനുവരി 25, സി 1950 ജനുവരി 26, ഡി 1950 ജനുവരി 28. ഉത്തരം സി 1950 ജനുവരി 26. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ നൈൽ നദി, ബി ആമസോൺ, സി മിസിസിപ്പി, ഡി ഗംഗ. ഉത്തരം എ നൈൽ നദി. തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? എ കാർബൺ ഡയോക്സൈഡ്, ബി ഹൈഡ്രജൻ, സി ഓക്സിജൻ, ഡി നൈട്രജൻ. ഉത്തരം ഡി നൈട്രജൻ. ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നം ഏത് മൃഗമാണ്? എ സിംഹം, ബി എമു, സി കങ്കാരു, ഡി മുതല. ഉത്തരം സി കങ്കാരു. ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? എ ന്യൂഗിനിയ, ബി ഹവായ്, സി ആൻഡമാൻ നിക്കോബാർ, ഡി ഗ്രീൻലാൻഡ്. ഉത്തരം ഡി ഗ്രീൻലാൻഡ്. ഏറ്റവും
ചൂട് ഏറിയ ഭൂഖണ്ഡം ഏതാണ്? എ ആഫ്രിക്ക, ബി വടക്കേ അമേരിക്ക, സി ഓസ്ട്രേലിയ, ഡി ഏഷ്യ. ഉത്തരം എ ആഫ്രിക്ക. 100-ലധികം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? എ ആട്, ബി പൂച്ച, സി ആന, ഡി സിംഹം. ഉത്തരം ബി പൂച്ച. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? എ പൂക്കോട് തടാകം, ബി മാനാഞ്ചിറ തടാകം, സി ശാസ്താംകോട്ട തടാകം, ഡി അഷ്ടമുടി തടാകം. ഉത്തരം സി ശാസ്താംകോട്ട തടാകം. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? എ കോഴിക്കോട്, ബി വയനാട്, സി മലപ്പുറം, ഡി തൃശ്ശൂർ. ഉത്തരം ബി വയനാട്. കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? എ 1956 നവംബർ 1, ബി 1956 നവംബർ 21, സി 1956 നവംബർ 3, ഡി 1956 നവംബർ 30. ഉത്തരം എ 1956 നവംബർ 1. കേരളത്തിൻ്റെ തലസ്ഥാനം ഏത്? എ കാസർഗോഡ്, ബി തിരുവനന്തപുരം, സി മലപ്പുറം, ഡി എറണാകുളം. ഉത്തരം ബി തിരുവനന്തപുരം. കേരളത്തിൽ ആകെ എത്ര ജില്ലകളാണ് ഉള്ളത്? എ 10, ബി 18, സി 14, ഡി 20. ഉത്തരം സി 14. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? എ മലപ്പുറം, ബി പാലക്കാട്, സി കോഴിക്കോട്, ഡി ഇടുക്കി. ഉത്തരം ഡി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? എ ആലപ്പുഴ, ബി പാലക്കാട്, സി കോഴിക്കോട്, ഡി ഇടുക്കി. ഉത്തരം എ ആലപ്പുഴ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷ ഏത്? എ ഹിന്ദി, ബി തമിഴ്, സി മലയാളം, ഡി ഇംഗ്ലീഷ്. ഉത്തരം സി മലയാളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ പമ്പ, ബി പെരിയാർ, സി ഭാരതപ്പുഴ, ഡി കബനി. ഉത്തരം ബി പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് ജില്ലയിലാണ്? എ പാലക്കാട്, ബി കോഴിക്കോട്, സി തിരുവനന്തപുരം, ഡി കൊല്ലം. ഉത്തരം ഡി കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? എ ഇടുക്കി, ബി കോട്ടയം, സി പത്തനംതിട്ട, ഡി എറണാകുളം. ഉത്തരം
എ ഇടുക്കി. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്ന്? എ 1956 നവംബർ 12, ബി 1956 നവംബർ 21, സി 1956 നവംബർ 1, ഡി 1956 നവംബർ 20. ഉത്തരം സി 1956 നവംബർ 1. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏത്? എ തിരുവനന്തപുരം, ബി മലപ്പുറം, സി പാലക്കാട്, ഡി കോഴിക്കോട്. ഉത്തരം എ തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? എ തിരുവനന്തപുരം, ബി മലപ്പുറം, സി പാലക്കാട്, ഡി കോട്ടയം. ഉത്തരം എ മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ചെറിയ റെയിൽവേ ഡിവിഷൻ ഏത്? എ പാലക്കാട്, ബി കോട്ടയം, സി മലപ്പുറം, ഡി തിരുവനന്തപുരം. ഉത്തരം എ പാലക്കാട്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? എ കേരളം, ബി കർണാടക, സി തമിഴ്നാട്, ഡി ഗോവ. ഉത്തരം എ കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? എ ഗോവ, ബി തമിഴ്നാട്, സി കർണാടക, ഡി കേരളം. ഉത്തരം ഡി കേരളം. ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്ന സ്ഥലം ഏത്? എ കാസർഗോഡ്, ബി തിരുവനന്തപുരം, സി എറണാകുളം, ഡി കോഴിക്കോട്. ഉത്തരം സി എറണാകുളം. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ജില്ല ഏത്? എ മലപ്പുറം, ബി കണ്ണൂർ, സി പത്തനംതിട്ട, ഡി കോട്ടയം. ഉത്തരം ബി കണ്ണൂർ. വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏത്? എ ഭവാനി, ബി പെരിയാർ, സി കബനി, ഡി പമ്പ. ഉത്തരം സി കബനി. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏത്? എ കാസർഗോഡ്, ബി കോട്ടയം, സി എറണാകുളം, ഡി മലപ്പുറം. ഉത്തരം ബി കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? എ ആർ ശങ്കർ, ബി വി ശിവൻകുട്ടി, സി എച്ച് മുഹമ്മദ് കോയ, ഡി ജോസഫ് മുണ്ടശ്ശേരി. ഉത്തരം ഡി ജോസഫ് മുണ്ടശ്ശേരി. കേരള പിറവി ഏത് മലയാള മാസത്തിലാണ്? എ തുലാമാസം, ബി മീനം, സി കന്നി, ഡി ഇടവം. ഉത്തരം എ തുലാമാസം. ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത്? എ ആലപ്പുഴ, ബി മലപ്പുറം, സി പത്തനംതിട്ട, ഡി ഇടുക്കി.
ഉത്തരം സി. ഇടുക്കി. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏത്? എ. മലപ്പുറം, ബി. കോട്ടയം, സി. കോഴിക്കോട്, ഡി. എറണാകുളം. ഉത്തരം ഡി. എറണാകുളം. 1928 പയ്യന്നൂർ രാഷ്ട്രീയ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര്? എ. ജവഹർലാൽ നെഹ്റു, ബി. രാജേന്ദ്ര പ്രസാദ്, സി. ജെ. ജെ. തോംസൺ, ഡി. ശ്രീനാരായണ ഗുരു. ഉത്തരം എ. ജവഹർലാൽ നെഹ്റു. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? എ. തിരുവനന്തപുരം, ബി. തൃശ്ശൂർ, സി. കാസർഗോഡ്, ഡി. പത്തനംതിട്ട. ഉത്തരം ബി. തൃശ്ശൂർ. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? എ. ആട്, ബി. ആന, സി. കുതിര, ഡി. പശു. ഉത്തരം എ. ആന. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? എ. ഫ്രാൻസ്, ബി. ബ്രിട്ടൻ, സി. പോർച്ചുഗൽ, ഡി. പോളണ്ട്. ഉത്തരം സി. പോർച്ചുഗൽ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? എ. ഫസൽ അലി, ബി. സലീം അലി, സി. കെ. എം. പണിക്കർ, ഡി. സുനിൽ. ഉത്തരം എ. ഫസൽ അലി. കൊല്ലം ജില്ല നിലവിൽ വന്നത് എന്ന്? എ. 1949 ജൂലൈ 9, ബി. 1949 ജൂലൈ 1, സി. 1949 ജൂലൈ 21, ഡി. 1949 ജൂലൈ 25. ഉത്തരം ബി. 1949 ജൂലൈ 1. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത്? എ. കൊൽക്കത്ത, ബി. മുംബൈ, സി. കൊച്ചി, ഡി. വാരണാസി. ഉത്തരം സി. കൊച്ചി. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. കാസർഗോഡ്, ബി. എറണാകുളം, സി. തൃശ്ശൂർ, ഡി. തിരുവനന്തപുരം. ഉത്തരം ഡി. തിരുവനന്തപുരം. ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി ഏത്? എ. കോൺകേവ്, ബി. വളഞ്ഞത്, സി. കോൺവെക്സ്, ഡി. നേർരേഖ. ഉത്തരം എ. കോൺകേവ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏത്? എ. SBI, ബി. IBRD, സി. RBI, ഡി. IMF. ഉത്തരം സി. RBI. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? എ. വില മെക്കാനിസം, ബി. GDP, സി. സാമ്പത്തിക ആസൂത്രണം, ഡി. പാർലമെന്റ്. ഉത്തരം എ. വില മെക്കാനിസം.
ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? എ. അനന്തത, ബി. 0, സി. പോസിറ്റീവ്, ഡി. നെഗറ്റീവ്. ഉത്തരം എ. പോസിറ്റീവ്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? എ. ബാംഗ്ലൂർ, ബി. ശ്രീഹരിക്കോട്ട, സി. വിശാഖപട്ടണം, ഡി. തുമ്പ. ഉത്തരം ബി. ശ്രീഹരിക്കോട്ട. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? എ. സ്വീഡൻ, ബി. ഫിൻലാൻഡ്, സി. ഇന്ത്യ, ഡി. ഭൂട്ടാൻ. ഉത്തരം ഡി. ഭൂട്ടാൻ. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? എ. ഇന്ത്യ, ബി. അമേരിക്ക, സി. ജപ്പാൻ, ഡി. റഷ്യ. ഉത്തരം എ. ഇന്ത്യ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? എ. പഴങ്ങൾ, ബി. പൂന്തോട്ടം, സി. പച്ചക്കറിത്തോട്ടം, ഡി. ധാന്യങ്ങൾ. ഉത്തരം ബി. പൂന്തോട്ടം. സെന്റ് തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏത്? എ. കഥകളി, ബി. ഒപ്പന, സി. മോഹിനിയാട്ടം, ഡി. മാർഗംകളി. ഉത്തരം ഡി. മാർഗംകളി. യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? എ. ഇറ്റലി, ബി. സ്വീഡൻ, സി. അമേരിക്ക, ഡി. ജപ്പാൻ. ഉത്തരം എ. ഇറ്റലി. യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? എ. സ്വീഡൻ, ബി. സ്വിറ്റ്സർലാൻഡ്, സി. അമേരിക്ക, ഡി. ചൈന. ഉത്തരം ബി. സ്വിറ്റ്സർലാൻഡ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ. കെ. കേളപ്പൻ, ബി. വൈക്കം മുഹമ്മദ് ബഷീർ, സി. ശ്രീനാരായണ ഗുരു, ഡി. ഉറൂബ്. ഉത്തരം സി. ശ്രീനാരായണ ഗുരു. ഭൂരഹിതർ ഇല്ലാത്ത പദവി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? എ. മലപ്പുറം, ബി. തിരുവനന്തപുരം, സി. വയനാട്, ഡി. കണ്ണൂർ. ഉത്തരം ഡി. കണ്ണൂർ. പീസികൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. കോഴിക്കൃഷി, ബി. മത്സ്യകൃഷി, സി. പച്ചക്കറിത്തോട്ടം, ഡി. പൂന്തോട്ടം. ഉത്തരം ബി. മത്സ്യകൃഷി. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള രാജ്യം ഏത്? എ. ചൈന, ബി. ഇന്ത്യ, സി. അമേരിക്ക, ഡി. ജപ്പാൻ. ഉത്തരം സി. അമേരിക്ക. ഏത് ജില്ലാ ഭരണകൂടമാണ് 2023 അടയാളം എൻ്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? എ. കണ്ണൂർ, ബി. കോഴിക്കോട്, സി. മലപ്പുറം, ഡി. തൃശ്ശൂർ. ഉത്തരം എ. കണ്ണൂർ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? എ. ഫംഗസ്, ബി. ബാക്ടീരിയ, സി. വൈറസ്, ഡി. പ്രോട്ടോസോവ.
ഉത്തരം ബി ബാക്ടീരിയ. ഈച്ച മുഖേന പകരുന്ന രോഗം ഏത്? എ ചിക്കൻ പോക്സ്, ബി കുഷ്ഠരോഗം, സി കോളറ, ഡി മലമ്പനി. ഉത്തരം സി കോളറ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആര്? എ മുഹമ്മദ് ഷമി, ബി ഹർദിക് പാണ്ഡ്യ, സി മുഹമ്മദ് സിറാജ്, ഡി ഇവരാരുമല്ല. ഉത്തരം സി മുഹമ്മദ് സിറാജ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ ലേണൽ റോബിൻസ്, ബി ആൽഫ്രഡ് മാർഷൽ, സി അമർത്യ സെൻ, ഡി ആഡം സ്മിത്ത്. ഉത്തരം ഡി ആഡം സ്മിത്ത്. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? എ കരൾ, ബി വൃക്ക, സി ശ്വാസകോശം, ഡി പാൻക്രിയാസ്. ഉത്തരം എ കരൾ. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? എ പെരിയാർ, ബി സൈലന്റ് വാലി, സി വയനാട്, ഡി പേപ്പാറ. ഉത്തരം ബി സൈലന്റ് വാലി. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്ത്? എ ഇരുമ്പ്, ബി പഞ്ചസാര, സി തുണിത്തരങ്ങൾ, ഡി ചണം. ഉത്തരം സി തുണിത്തരങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? എ മുംബൈ, ബി രാജസ്ഥാൻ, സി ഗുജറാത്ത്, ഡി ജംഷഡ്പൂർ. ഉത്തരം ഡി ജംഷഡ്പൂർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ആര്? എ ശ്യാമി പ്രസാദ് മുഖർജി, ബി ഷൺമുഖം ഷെട്ടി, സി ജഗ്ജീവൻ റാം, ഡി രാജ്കുമാർ. ഉത്തരം എ ശ്യാമി പ്രസാദ് മുഖർജി. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? എ EMS നമ്പൂതിരിപ്പാട്, ബി NV കൃഷ്ണവാര്യർ, സി കമ്പളത്ത് ഗോവിന്ദൻ, ഡി K രാമകൃഷ്ണപിള്ള. ഉത്തരം എ EMS നമ്പൂതിരിപ്പാട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? എ കൊൽക്കത്ത, ബി കോഴിക്കോട്, സി തൃശ്ശൂർ, ഡി കറാച്ചി. ഉത്തരം ബി കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ ആസാം, ബി ഗുജറാത്ത്, സി ബീഹാർ, ഡി കർണാടക. ഉത്തരം സി ബീഹാർ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏത്? എ ഇനാമൽ, ബി മുടി, സി അസ്ഥി, ഡി നഖം. ഉത്തരം എ ഇനാമൽ.
ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന്? എ 1949 നവംബർ 26, ബി 1950 ജനുവരി 26, സി 1947 ആഗസ്റ്റ് 15, ഡി 1946 ഡിസംബർ 29. ഉത്തരം ബി 1950 ജനുവരി 26. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? എ മോഹിനിയാട്ടം, ബി കഥകളി, സി കുച്ചിപ്പുടി, ഡി ഭരതനാട്യം. ഉത്തരം ഡി ഭരതനാട്യം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? എ ചൈന, ബി മ്യാൻമാർ, സി പാകിസ്ഥാൻ, ഡി ബംഗ്ലാദേശ്. ഉത്തരം എ ചൈന. കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത്? എ പേപ്പാറ വന്യജീവി സങ്കേതം, ബി ചെന്തുരുണി വന്യജീവി സങ്കേതം, സി ചിന്നാർ വന്യജീവി സങ്കേതം, ഡി തട്ടേക്കാട് വന്യജീവി സങ്കേതം. ഉത്തരം ബി ചെന്തുരുണി വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? എ തേക്കടി, ബി ഇരവികുളം, സി തെന്മല, ഡി സൈലന്റ് വാലി. ഉത്തരം സി തെന്മല. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? എ ഭാരതപ്പുഴ, ബി പെരിയാർ, സി ചാലിയാർ, ഡി പമ്പ. ഉത്തരം ഡി പമ്പ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? എ നിസ്സഹകരണ സമരം, ബി സിവിൽ നിയമ ലംഘനം, സി അഹമ്മദാബാദ് തുണിമിൽ സമരം, ഡി ചമ്പാരൻ നീലം കർഷകരുടെ സമരം. ഉത്തരം ഡി നിസ്സഹകരണ സമരം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? എ അഞ്ചാം പനി, ബി കുഷ്ഠരോഗം, സി ക്യാൻസർ, ഡി ക്ഷയം. ഉത്തരം ബി കുഷ്ഠരോഗം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതർ ഉള്ള ജില്ല ഏത്? എ കോട്ടയം, ബി എറണാകുളം, സി തിരുവനന്തപുരം, ഡി കോഴിക്കോട്. ഉത്തരം സി തിരുവനന്തപുരം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീര അവയവം ഏത്? എ വൃക്ക, ബി തലച്ചോർ, സി നാഡീവ്യവസ്ഥ, ഡി കരൾ. ഉത്തരം ഡി കരൾ. പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? എ മലമ്പനി, ബി ഡെങ്കിപ്പനി, സി ചിക്കൻ ഗുനിയ, ഡി ഇവയൊന്നുമല്ല. ഉത്തരം എ മലമ്പനി. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? എ നിലമ്പൂർ, ബി വാളയാർ, സി കുണ്ടറ, ഡി ചവറ. ഉത്തരം എ നിലമ്പൂർ. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? എ നിലമ്പൂർ, ബി വാളയാർ, സി കുണ്ടറ, ഡി ചവറ. ഉത്തരം സി
കുണ്ടറ. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? എ. 49-ാം ഭരണഘടനാ ഭേദഗതി, ബി. 44-ാം ഭേദഗതി, സി. 46-ാം ഭേദഗതി, ഡി. 47-ാം ഭേദഗതി. ഉത്തരം ബി. 44-ാം ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? എ. ജവഹർലാൽ നെഹ്റു, ബി. ഇന്ദിരാഗാന്ധി, സി. മൊറാർജി ദേശായി, ഡി. ചരൺ സിംഗ്. ഉത്തരം സി. മൊറാർജി ദേശായി. അടിയന്തരാവസ്ഥാ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? എ. 360, ബി. 300, സി. 350, ഡി. 359. ഉത്തരം ഡി. 359. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? എ. ഗവർണർ, ബി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സി. രാഷ്ട്രപതി, ഡി. മുഖ്യമന്ത്രി. ഉത്തരം എ. ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആര്? എ. ഗവർണർ, ബി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സി. രാഷ്ട്രപതി, ഡി. മുഖ്യമന്ത്രി. ഉത്തരം സി. രാഷ്ട്രപതി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? എ. 1998 നവംബർ 11, ബി. 1998 ഡിസംബർ 11, സി. 1998 ഡിസംബർ 21, ഡി. 1998 നവംബർ 21. ഉത്തരം ബി. 1998 ഡിസംബർ 11. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കലാപം ഏത്? എ. ചാന്നാർ ലഹള, ബി. ആറ്റിങ്ങൽ കലാപം, സി. പൂക്കോട്ടൂർ കലാപം, ഡി. അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം ഡി. അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏത്? എ. ചാന്നാർ ലഹള, ബി. ആറ്റിങ്ങൽ കലാപം, സി. പൂക്കോട്ടൂർ കലാപം, ഡി. അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം ഡി. അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? എ. ചാന്നാർ ലഹള, ബി. ആറ്റിങ്ങൽ കലാപം, സി. പൂക്കോട്ടൂർ കലാപം, ഡി. അഞ്ചുതെങ്ങ് കലാപം. ഉത്തരം ബി. ആറ്റിങ്ങൽ കലാപം. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? എ. കെ. കേളപ്പൻ, ബി. മന്നത്ത് പത്മനാഭൻ, സി. അക്കാമ ചൊറിയാൻ, ഡി. ബാലകൃഷ്ണപിള്ള. ഉത്തരം സി. അക്കാമ ചൊറിയാൻ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത്? എ. 24-ാം ഭേദഗതി, ബി. 21-ാം ഭേദഗതി, സി. 26-ാം ഭേദഗതി, ഡി. 28-ാം ഭേദഗതി. ഉത്തരം എ. 24-ാം ഭേദഗതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? എ. ലഡാക്ക്, ബി. ഡക്കാൻ പീഠഭൂമി, സി. മാൾവ പീഠഭൂമി, ഡി. ബേറൂർ പീഠഭൂമി.
ഉത്തരം ബി. ഡക്കാൻ പീഠഭൂമി. കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? എ. 1956 നവംബർ 1, ബി. 1956 നവംബർ 21, സി. 1956 നവംബർ 3, ഡി. 1956 നവംബർ 30. ഉത്തരം എ. 1956 നവംബർ 1. കേരളത്തിൻ്റെ തലസ്ഥാനം ഏത്? എ. കാസർഗോഡ്, ബി. തിരുവനന്തപുരം, സി. മലപ്പുറം, ഡി. എറണാകുളം. ഉത്തരം ബി. തിരുവനന്തപുരം. കേരളത്തിൽ ആകെ എത്ര ജില്ലകളാണ് ഉള്ളത്? എ. 10, ബി. 18, സി. 14, ഡി. 20. ഉത്തരം സി. 14. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? എ. മലപ്പുറം, ബി. പാലക്കാട്, സി. കോഴിക്കോട്, ഡി. ഇടുക്കി. ഉത്തരം ഡി. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? എ. ആലപ്പുഴ, ബി. പാലക്കാട്, സി. കോഴിക്കോട്, ഡി. ഇടുക്കി. ഉത്തരം എ. ആലപ്പുഴ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷ ഏത്? എ. ഹിന്ദി, ബി. തമിഴ്, സി. മലയാളം, ഡി. ഇംഗ്ലീഷ്. ഉത്തരം സി. മലയാളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ. പമ്പ, ബി. പെരിയാർ, സി. ഭാരതപ്പുഴ, ഡി. കബനി. ഉത്തരം ബി. പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് ജില്ലയിലാണ്? എ. പാലക്കാട്, ബി. കോഴിക്കോട്, സി. തിരുവനന്തപുരം, ഡി. കൊല്ലം. ഉത്തരം ഡി. കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? എ. ഇടുക്കി, ബി. കോട്ടയം, സി. പത്തനംതിട്ട, ഡി. എറണാകുളം. ഉത്തരം എ. ഇടുക്കി. കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്ന്? എ. 1956 നവംബർ 12, ബി. 1956 നവംബർ 21, സി. 1956 നവംബർ 1, ഡി. 1956 നവംബർ 20. ഉത്തരം സി. 1956 നവംബർ 1. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏത്? എ. തിരുവനന്തപുരം, ബി. മലപ്പുറം, സി. പാലക്കാട്, ഡി. കോഴിക്കോട്. ഉത്തരം എ. തിരുവനന്തപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? എ. തിരുവനന്തപുരം, ബി. മലപ്പുറം, സി. പാലക്കാട്, ഡി. കോട്ടയം. ഉത്തരം എ. മലപ്പുറം.
കേരളത്തിലെ ഏറ്റവും ചെറിയ റെയിൽവേ ഡിവിഷൻ ഏത്? എ. പാലക്കാട്, ബി. കോട്ടയം, സി. മലപ്പുറം, ഡി. തിരുവനന്തപുരം. ഉത്തരം എ. പാലക്കാട്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? എ. കേരളം, ബി. കർണാടക, സി. തമിഴ്നാട്, ഡി. ഗോവ. ഉത്തരം എ. കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? എ. ഗോവ, ബി. തമിഴ്നാട്, സി. കർണാടക, ഡി. കേരളം. ഉത്തരം ഡി. കേരളം. ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്ന സ്ഥലം ഏത്? എ. കാസർഗോഡ്, ബി. തിരുവനന്തപുരം, സി. എറണാകുളം, ഡി. കോഴിക്കോട്. ഉത്തരം സി. എറണാകുളം. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ജില്ല ഏത്? എ. മലപ്പുറം, ബി. കണ്ണൂർ, സി. പത്തനംതിട്ട, ഡി. കോട്ടയം. ഉത്തരം ബി. കണ്ണൂർ. വയനാട് ജില്ലയിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏത്? എ. ഭവാനി, ബി. പെരിയാർ, സി. കബനി, ഡി. പമ്പ. ഉത്തരം സി. കബനി. കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏത്? എ. കാസർഗോഡ്, ബി. കോട്ടയം, സി. എറണാകുളം, ഡി. മലപ്പുറം. ഉത്തരം ബി. കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? എ. ആർ. ശങ്കർ, ബി. വി. ശിവൻകുട്ടി, സി. എച്ച്. മുഹമ്മദ് കോയ, ഡി. ജോസഫ് മുണ്ടശ്ശേരി. ഉത്തരം ഡി. ജോസഫ് മുണ്ടശ്ശേരി. കേരള പിറവി ഏത് മലയാള മാസത്തിലാണ്? എ. തുലാമാസം, ബി. മീനം, സി. കന്നി, ഡി. ഇടവം. ഉത്തരം എ. തുലാമാസം. ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത്? എ. ആലപ്പുഴ, ബി. മലപ്പുറം, സി. പത്തനംതിട്ട, ഡി. ഇടുക്കി. ഉത്തരം സി. ഇടുക്കി. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏത്? എ. മലപ്പുറം, ബി. കോട്ടയം, സി. കോഴിക്കോട്, ഡി. എറണാകുളം. ഉത്തരം ഡി. എറണാകുളം. 1928 പയ്യന്നൂർ രാഷ്ട്രീയ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആര്? എ. ജവഹർലാൽ നെഹ്റു, ബി. രാജേന്ദ്ര പ്രസാദ്, സി. ജെ. തോംസൺ, ഡി. ശ്രീനാരായണ ഗുരു. ഉത്തരം എ. ജവഹർലാൽ നെഹ്റു. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത്? എ. തിരുവനന്തപുരം, ബി. തൃശ്ശൂർ, സി. കാസർഗോഡ്, ഡി. പത്തനംതിട്ട. ഉത്തരം ബി. തൃശ്ശൂർ. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത്? എ. ആട്, ബി. ആന, സി.
സി കുതിര, ഡി പശു. ഉത്തരം എ ആന. ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? എ ഫ്രാൻസ്, ബി ബ്രിട്ടൻ, സി പോർച്ചുഗൽ, ഡി പോളണ്ട്. ഉത്തരം സി പോർച്ചുഗൽ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? എ ഫസൽ അലി, ബി സലീം അലി, സി കെ എം പണിക്കർ, ഡി സുനിൽ. ഉത്തരം എ ഫസൽ അലി. കൊല്ലം ജില്ല നിലവിൽ വന്നത് എന്ന്? എ 1949 ജൂലൈ 9, ബി 1949 ജൂലൈ 1, സി 1949 ജൂലൈ 21, ഡി 1949 ജൂലൈ 25. ഉത്തരം ബി 1949 ജൂലൈ 1. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത്? എ കൊൽക്കത്ത, ബി മുംബൈ, സി കൊച്ചി, ഡി വാരണാസി. ഉത്തരം സി കൊച്ചി. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ കാസർഗോഡ്, ബി എറണാകുളം, സി തൃശൂർ, ഡി തിരുവനന്തപുരം. ഉത്തരം ഡി തിരുവനന്തപുരം. ഉൽപാദന സാധ്യതാ വക്രത്തിൻ്റെ ആകൃതി ഏത്? എ കോൺകേവ്, ബി വളഞ്ഞത്, സി കോൺവെക്സ്, ഡി നേർരേഖ. ഉത്തരം എ കോൺകേവ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏത്? എ SBI, ബി IBRD, സി RBI, ഡി IMF. ഉത്തരം സി RBI. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? എ വില മെക്കാനിസം, ബി GDP, സി സാമ്പത്തിക ആസൂത്രണം, ഡി പാർലമെന്റ്. ഉത്തരം എ വില മെക്കാനിസം. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? എ അനന്തത, ബി 0, സി പോസിറ്റീവ്, ഡി നെഗറ്റീവ്. ഉത്തരം എ പോസിറ്റീവ്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? എ ബാംഗ്ലൂർ, ബി ശ്രീഹരിക്കോട്ട, സി വിശാഖപട്ടണം, ഡി തുമ്പ. ഉത്തരം ബി ശ്രീഹരിക്കോട്ട. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ്? എ സ്വീഡൻ, ബി ഫിൻലാൻഡ്, സി ഇന്ത്യ, ഡി ഭൂട്ടാൻ. ഉത്തരം ഡി ഭൂട്ടാൻ. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? എ ഇന്ത്യ, ബി അമേരിക്ക, സി ജപ്പാൻ, ഡി റഷ്യ. ഉത്തരം എ ഇന്ത്യ.
ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? എ. പഴങ്ങൾ, ബി. പൂന്തോട്ടം, സി. പച്ചക്കറിത്തോട്ടം, ഡി. ധാന്യങ്ങൾ. ഉത്തരം ബി. പൂന്തോട്ടം. സെന്റ് തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏത്? എ. കഥകളി, ബി. ഒപ്പന, സി. മോഹിനിയാട്ടം, ഡി. മാർഗംകളി. ഉത്തരം ഡി. മാർഗംകളി. യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? എ. ഇറ്റലി, ബി. സ്വീഡൻ, സി. അമേരിക്ക, ഡി. ജപ്പാൻ. ഉത്തരം എ. ഇറ്റലി. യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? എ. സ്വീഡൻ, ബി. സ്വിറ്റ്സർലാൻഡ്, സി. അമേരിക്ക, ഡി. ചൈന. ഉത്തരം ബി. സ്വിറ്റ്സർലാൻഡ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ. കെ. കേളപ്പൻ, ബി. വൈക്കം മുഹമ്മദ് ബഷീർ, സി. ശ്രീനാരായണ ഗുരു, ഡി. ഉറൂബ്. ഉത്തരം സി. ശ്രീനാരായണ ഗുരു. ഭൂരഹിതർ ഇല്ലാത്ത പദവി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? എ. മലപ്പുറം, ബി. തിരുവനന്തപുരം, സി. വയനാട്, ഡി. കണ്ണൂർ. ഉത്തരം ഡി. കണ്ണൂർ. PC കൾച്ചർ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. കോഴിക്കൃഷി, ബി. മത്സ്യകൃഷി, സി. പച്ചക്കറിത്തോട്ടം, ഡി. പൂന്തോട്ടം. ഉത്തരം ബി. മത്സ്യകൃഷി. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള രാജ്യം ഏത്? എ. ചൈന, ബി. ഇന്ത്യ, സി. അമേരിക്ക, ഡി. ജപ്പാൻ. ഉത്തരം സി. അമേരിക്ക. 3 ഹൃദയം ഉള്ള ജീവി ഏത്? എ. നീരാളി, ബി. ചെമ്മീൻ, സി. ജെല്ലിഫിഷ്, ഡി. ഞണ്ട്. ഉത്തരം എ. നീരാളി. കുളമ്പുകൾ ഇല്ലാത്ത മൃഗം ഏത്? എ. മാൻ, ബി. കുറുനരി, സി. പന്നി, ഡി. ആട്. ഉത്തരം ബി. കുറുനരി. മനുഷ്യൻ്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഏത്? എ. കുയിൽ, ബി. പരുന്ത്, സി. കാക്ക, ഡി. മൈന. ഉത്തരം സി. കാക്ക. സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം എന്താണ്? എ. ചുവപ്പ്, ബി. റോസ്, സി. മഞ്ഞ, ഡി. വെളുപ്പ്. ഉത്തരം ഡി. വെളുപ്പ്. ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം ഏത്? എ. ചൈന, ബി. ഇന്ത്യ, സി. ജപ്പാൻ, ഡി. അമേരിക്ക. ഉത്തരം എ. ചൈന. ഏതു ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത്? എ. തേയില, ബി. ക്രോക്കസ്, സി. ചെമ്പരത്തി, ഡി. റോസ്. ഉത്തരം ബി. ക്രോക്കസ്.
പുൽച്ചാടിയുടെ ചെവി എവിടെയാണ്? എ. കൈ, ബി. കാൽ, സി. വയർ, ഡി. തലയിൽ. ഉത്തരം വയറ്. നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം ഏത്? എ. ആന, ബി. കുതിര, സി. ഹിപ്പോ, ഡി. ജിറാഫ്. ഉത്തരം ഡി. ജിറാഫ്. ഉറക്കമില്ലായ്മ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? എ. വിറ്റാമിൻ ഡി, ബി. വിറ്റാമിൻ സി, സി. വിറ്റാമിൻ എ, ഡി. വിറ്റാമിൻ ബി. ഉത്തരം എ. വിറ്റാമിൻ ഡി. ചന്ദ്രനിൽ വെച്ച് കളിച്ച ഒരേയൊരു ഗെയിം ഏതാണ്? ഉത്തരം സി. ഗോൾഫ്. മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? എ. ശനി, ബി. ശുക്രൻ, സി. ബുധൻ, ഡി. ചൊവ്വ. ഉത്തരം സി. ബുധൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? എ. 43, ബി. 32, സി. 41, ഡി. 42. ഉത്തരം ഡി. 42. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? എ. രവീന്ദ്രനാഥ് ടാഗോർ, ബി. ബങ്കിം ചന്ദ്ര ചാറ്റർജി, സി. ജവഹർലാൽ നെഹ്റു, ഡി. കബീർ ദാസ്. ഉത്തരം ബി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? എ. 2005, ബി. 2007, സി. 2006, ഡി. 2008. ഉത്തരം എ. 2005. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്ന്? എ. 1948 നവംബർ 23, ബി. 1949 നവംബർ 23, സി. 1948 ഒക്ടോബർ 22, ഡി. 1949 നവംബർ 22. ഉത്തരം ബി. 1949 നവംബർ 23. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? എ. ജഹാംഗീർ, ബി. ഷാജഹാൻ, സി. ഔറംഗസേബ്, ഡി. അക്ബർ. ഉത്തരം എ. ജഹാംഗീർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏത്? എ. ലാഹോർ, ബി. ബംഗാൾ, സി. പഞ്ചാബ്, ഡി. ഡൽഹി. ഉത്തരം ബി. ബംഗാൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യം ഏത്? എ. അമേരിക്ക, ബി. ചൈന, സി. ബ്രിട്ടൻ, ഡി. ഇന്ത്യ. ഉത്തരം ഡി. ഇന്ത്യ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം ഏത്? എ. 1965, ബി. 1969, സി. 1975, ഡി. 1974.
ഉത്തരം ബി 1969. വില്ലുവണ്ടി യാത്രാസമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എ അയ്യങ്കാളി, ബി ചട്ടമ്പി സ്വാമികൾ, സി പണ്ഡിറ്റ് കറുപ്പൻ, ഡി കുമാരഗുരുദേവൻ. ഉത്തരം എ അയ്യങ്കാളി. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? എ സർദാർ വല്ലഭായ് പട്ടേൽ, ബി ജവഹർലാൽ നെഹ്റു, സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി ശ്രീനാരായണ ഗുരു. ഉത്തരം എ സർദാർ വല്ലഭായ് പട്ടേൽ. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? എ വരയാട്, ബി പുലി, സി ആന, ഡി സിംഹം. ഉത്തരം എ വരയാട്. പെട്രോളിയം ഖനനം ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെ? എ മുംബൈ, ബി മധ്യപ്രദേശ്, സി കേരളം, ഡി കർണാടക. ഉത്തരം ബി മധ്യപ്രദേശ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? എ 1950 ജനുവരി 24, ബി 1950 ജനുവരി 25, സി 1950 ജനുവരി 26, ഡി 1950 ജനുവരി 28. ഉത്തരം സി 1950 ജനുവരി 26. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? എ നൈൽ നദി, ബി ആമസോൺ, സി മിസിസിപ്പി, ഡി ഗംഗ. ഉത്തരം എ നൈൽ നദി. തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? എ കാർബൺ ഡയോക്സൈഡ്, ബി ഹൈഡ്രജൻ, സി ഓക്സിജൻ, ഡി നൈട്രജൻ. ഉത്തരം ഡി നൈട്രജൻ. ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നം ഏത് മൃഗമാണ്? എ സിംഹം, ബി എമു, സി കങ്കാരു, ഡി മുതല. ഉത്തരം സി കങ്കാരു. ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? എ ന്യൂഗിനിയ, ബി ഹവായ്, സി ആൻഡമാൻ നിക്കോബാർ, ഡി ഗ്രീൻലാൻഡ്. ഉത്തരം ബി ഗ്രീൻലാൻഡ്. ഏറ്റവും ചൂട് ഏറിയ ഭൂഖണ്ഡം ഏതാണ്? എ ആഫ്രിക്ക, ബി വടക്കേ അമേരിക്ക, സി ഓസ്ട്രേലിയ, ഡി ഏഷ്യ. ഉത്തരം എ ആഫ്രിക്ക. 100-ലധികം ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏതാണ്? എ ആട്, ബി പൂച്ച, സി ആന, ഡി സിംഹം. ഉത്തരം ബി പൂച്ച. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? എ പൂക്കോട് തടാകം, ബി മാനഞ്ചിറ തടാകം, സി ശാസ്താംകോട്ട തടാകം, ഡി അഷ്ടമുടി തടാകം. ഉത്തരം സി ശാസ്താംകോട്ട തടാകം. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? എ കോഴിക്കോട്, ബി വയനാട്, സി മലപ്പുറം,
ഡി തൃശൂർ. ഉത്തരം ബി വയനാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത്? എ ഗുജറാത്ത്, ബി രാജസ്ഥാൻ, സി ഡൽഹി, ഡി ആന്ധ്രാപ്രദേശ്. ഉത്തരം എ ഗുജറാത്ത്. ലോക തണ്ണീർത്തട ദിനം എന്ന്? എ ഫെബ്രുവരി 20, ബി ഫെബ്രുവരി 2, സി ഫെബ്രുവരി 10, ഡി ഫെബ്രുവരി 27. ഉത്തരം ബി ഫെബ്രുവരി 2. രാത്രിയിൽ വിടരുന്ന പുഷ്പങ്ങൾക്ക് സാധാരണ കണ്ടുവരുന്ന നിറം ഏത്? എ ചുവപ്പ്, ബി കിളിപ്പച്ച, സി വെളുപ്പ്, ഡി കറുപ്പ്. ഉത്തരം സി വെളുപ്പ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? എ തൃശൂർ, ബി കോഴിക്കോട്, സി മലപ്പുറം, ഡി പാലക്കാട്. ഉത്തരം എ തൃശൂർ. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ? എ തലശ്ശേരി, ബി തിരുവനന്തപുരം, സി ആലപ്പുഴ, ഡി പട്ടാമ്പി. ഉത്തരം ഡി പട്ടാമ്പി. സമുദ്രതീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? എ കോഴിക്കോട്, ബി പത്തനംതിട്ട, സി മലപ്പുറം, ഡി കോട്ടയം. ഉത്തരം ഡി കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? എ വേമ്പനാട്ടുകായൽ, ബി അഷ്ടമുടിക്കായൽ, സി ഊപ്പളക്കായൽ, ഡി കായംകുളം കായൽ. ഉത്തരം എ വേമ്പനാട്ടുകായൽ. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഏത്? എ ഇടുക്കി, ബി കോഴിക്കോട്, സി മലപ്പുറം, ഡി എറണാകുളം. ഉത്തരം എ ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏത്? എ ഇടുക്കി, ബി മലപ്പുറം, സി എറണാകുളം, ഡി കോഴിക്കോട്. ഉത്തരം സി എറണാകുളം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏത്? എ എറണാകുളം, ബി തിരുവനന്തപുരം, സി കാസർഗോഡ്, ഡി പത്തനംതിട്ട. ഉത്തരം സി കാസർഗോഡ്. ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ള ജില്ല ഏത്? എ കോഴിക്കോട്, ബി മലപ്പുറം, സി എറണാകുളം, ഡി വയനാട്. ഉത്തരം ഡി വയനാട്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? എ നെയ്യാർ, ബി കരമനയാർ, സി പെരിയാർ, ഡി ചാലിയാർ. ഉത്തരം എ നെയ്യാർ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരം ഏറിയ പർവ്വതനിര ഏത്? എ ഹിമാചൽ, ബി ഹിമാദ്രി, സി സിവാലിക്, ഡി ട്രാൻസ് ഹിമാലയൻ.
ഉത്തരം ബി ഹിമാദ്രി. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? എ കാവേരി, ബി കൃഷ്ണ, സി നർമ്മദ, ഡി താപ്തി. ഉത്തരം എ കാവേരി. ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? എ മണിപ്പൂർ, ബി പഞ്ചാബ്, സി ആസാം, ഡി ഒറീസ. ഉത്തരം സി ആസാം. കേരളത്തിലെ നിത്യഹരിതവനങ്ങൾ ആയ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? എ കോഴിക്കോട്, ബി പാലക്കാട്, സി ഇടുക്കി, ഡി വയനാട്. ഉത്തരം എ വയനാട്. പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്? എ കെ എം പണിക്കർ, ബി കെ എൻ പണിക്കർ, സി സി വി രാമൻ പിള്ള, ഡി അപ്പൻ തമ്പുരാൻ. ഉത്തരം കെ എം പണിക്കർ. 2024 ജി ഉച്ചകോടി വേദി എവിടെയായിരുന്നു? എ ബ്രസീൽ, ബി ഖത്തർ, സി ഇന്ത്യ, ഡി യൂറോപ്പ്. ഉത്തരം എ ബ്രസീൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി പശ്ചിമ ബംഗാൾ, സി മഹാരാഷ്ട്ര, ഡി ഉത്തർപ്രദേശ്. ഉത്തരം ബി പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? എ പാലക്കാട്, ബി ആലപ്പുഴ, സി ഇടുക്കി, ഡി തിരുവനന്തപുരം. ഉത്തരം സി ഇടുക്കി. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത്? എ SBI, ബി ഫെഡറൽ ബാങ്ക്, സി യൂണിയൻ ബാങ്ക്, ഡി റിസർവ് ബാങ്ക്. ഉത്തരം ഡി റിസർവ് ബാങ്ക്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? എ 2005, ബി 2006, സി 2008, ഡി 2003. ഉത്തരം എ 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? എ YV ചന്ദ്രചൂഡ്, ബി രംഗനാഥ് മിശ്ര, സി KG ബാലകൃഷ്ണൻ, ഡി JS വർമ്മ. ഉത്തരം ബി രംഗനാഥ് മിശ്ര. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? എ അനുച്ഛേദം 24, ബി അനുച്ഛേദം 21, സി അനുച്ഛേദം 16, ഡി അനുച്ഛേദം 23. ഉത്തരം എ അനുച്ഛേദം 24. 1857 വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണ്? എ നാനാ സാഹിബ്, ബി ബഹദൂർ ഷാ രണ്ടാമൻ, സി ഔറംഗസേബ്, ഡി റാണി ലക്ഷ്മിബായി. ഉത്തരം ബി ബഹദൂർ ഷാ രണ്ടാമൻ. പോവർട്ടി ആൻഡ്
ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എ. ദാദാഭായ് നവറോജി, ബി. രമേശ് ചന്ദ്ര ദത്ത്, സി. ഗോപാലകൃഷ്ണ ഗോഖലെ, സി. മഹാത്മാഗാന്ധി. ഉത്തരം എ. ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? എ. ജവഹർലാൽ നെഹ്റു, ബി. ആർ അംബേദ്കർ, സി. രാജേന്ദ്ര പ്രസാദ്, ഡി. സച്ചിദാനന്ദ സിൻഹ. ഉത്തരം എ. ജവഹർലാൽ നെഹ്റു.